ഈ സെറ്റിങ്സ് കൂടി ചെയ്ത് നിങ്ങൾ ഓക്കെ കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ നെറ്റ്വർക്ക് സ്പീഡ് പറക്കുന്നതായിരിക്കും. ഈ വീഡിയോ ഗ്യാരണ്ടിയാണ്. അപ്പോൾ ഏതാണ് സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോയിൽ ചർച്ച ചെയ്യാം. നേരെ വീഡിയോയിലേക്ക് വരും. ഇനി അങ്ങോട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ചില മൊബൈൽ ഫോണിൽ 4G മാത്രമേ സപ്പോർട്ടഡ് ആയിരിക്കും, ചില മൊബൈൽ ഫോൺ 5G ഉണ്ടാകും. അപ്പോൾ നിലവിൽ നമ്മൾക്ക് കേരളത്തിലൊക്കെ 5Gയും അതുപോലെ തന്നെ 4Gയും ഇത് സിമ്പിളായിട്ട് നമുക്ക് ഒരു കുഴപ്പമില്ലാതെ നമുക്ക് നെറ്റ്വർക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് 5G സപ്പോർട്ടുള്ള മൊബൈൽ ഫോൺ ആണെങ്കിൽ അതായത് നമുക്ക് അറിയാം 5G ആയിരിക്കെ നമുക്ക് ചിലപ്പോൾ 4Gയിലേക്ക് കാണിക്കും, അങ്ങനെ നെറ്റ്വർക്ക് ഇഷ്യൂ കാണിക്കും. അതുപോലെ തന്നെ 4G മാത്രം സപ്പോർട്ടാണെങ്കിൽ 4G ഉള്ളതിൽ നിന്ന് നമുക്ക് 3Gയിലേക്ക് താഴോട്ടേക്ക് വന്നിട്ട് നമുക്ക് അവിടെ നെറ്റ്വർക്ക് ഡ്രോപ്പ് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. ആ ഇഷ്യൂ തീർക്കാൻ വേണ്ടിയിട്ടാണ് ഈ സെറ്റിങ്സ് പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നെറ്റ്വർക്ക് സ്പീഡാക്കാൻ വേണ്ടിയിട്ട് സ്പീഡാക്കുകയല്ല, നിലവിൽ നിങ്ങളുടെ 4G ആണെങ്കിൽ അത് 4G ലോക്കാക്കാനും അതുപോലെ തന്നെ നിങ്ങളുടെ 5G ഫോൺ ആണെങ്കിൽ അത് 5G ലോക്കാക്കാനാണ് പോകുന്നത്. അതായത് 5G മൊബൈൽ ഫോൺ ആണെങ്കിൽ അത് നേരെ 4Gയിലേക്ക് താഴോട്ട് വരില്ല ഒരിക്കലും, അങ്ങനെ ലോക്കാക്കാനാണ് പോകുന്നത്. നിങ്ങളുടെ മൊബൈൽ ഫോണിലെ സെറ്റിങ്സ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സെറ്റിങ്സ് ഓപ്പൺ ആക്കുക. സെറ്റിങ്സ് ഓപ്പൺ ആക്കിയിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഏതൊരു മൊബൈൽ ഫോണാണെങ്കിലും അത് ഇവിടെ സിം കാർഡ് മൊബൈൽ നെറ്റ്വർക്ക് പറഞ്ഞിട്ട് ഫസ്റ്റത്തെ 4-5 എണ്ണത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പോൾ ഇതിൽ ഈ ഒരു രണ്ടാമത്തെ ഓപ്ഷനിലാണ് പിന്നെ സിം ഉള്ളത്. അതുകൊണ്ട് തന്നെ ഏത് സിമ്മാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് ആ സിമ്മിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ആക്സസ് പോയിൻ്റ് നെയിം. ഇത് നിങ്ങൾക്ക് ഇവിടെ ഒന്നും കാണുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നേരെ ഇവിടെ സെർച്ച് ചെയ്താലും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ സെർച്ച് ചെയ്യുക ആക്സസ് പോയിൻ്റ് നെയിം എന്ന് പറഞ്ഞിട്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഏത് മൊബൈൽ ഫോൺ ആണെങ്കിലും ഇവിടെ 2 ഓപ്ഷനാണ് കാണിക്കുക. നിലവിൽ നിങ്ങളുടെ ഏതിലാണ് സെലക്ട് ആയിരിക്കുന്നത് അതിലാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിലാണ് ഇപ്പോൾ എൻ്റെ സെലക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ആരോലൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ അവിടെയും ഇവിടെയും തട്ടിക്കൂട്ടിയിട്ട് ഇങ്ങനെ ഓരോ കുഴപ്പമൊന്നും ഉണ്ടാക്കി വെക്കരുത്. അതുകൊണ്ട് തന്നെ കുറച്ച് താഴേക്ക് വന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ബീറർ എന്ന് പറഞ്ഞ ഓപ്ഷൻ. നിങ്ങൾക്ക് ഇത്തരത്തിൽ ഈ ഒരു പേരൊന്നല്ല കാണിക്കുന്നതെങ്കിൽ നിങ്ങൾ കുറച്ച് താഴേക്ക് വന്നിട്ട് ഇതുപോലെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ LTE അതുപോലെ തന്നെ ഇതുപോലെ കുറേ പേരുകൾ കാണിക്കുന്നത് ഏത് ഓപ്ഷനിലാണ് എന്നുള്ളത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ ബീറൊന്നും ഇപ്പോൾ ഓപ്ഷൻ കാണിക്കുന്നില്ലെങ്കിൽ മാത്രമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ മൊബൈൽ ഫോൺ ഈ ഒരു മൊബൈൽ ഫോണ് 4G സപ്പോർട്ടഡ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് ഒഴിവാക്കിയിട്ട് LTE മാത്രം കൊടുത്തിട്ട് ഓക്കെ കൊടുത്ത് സേവ് ചെയ്യണം. അതായത് ഓക്കെ കൊടുക്കുക. ഇവിടെ മോർ കാണാൻ സാധിക്കും, അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് സേവ് ചെയ്യാൻ മറക്കരുത്. ഇനി അതല്ല നിങ്ങളുടെ 5G ഫോണാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഉചിതം ഇതുപോലെ ബീററിൽ വന്നിട്ട് ഇവിടെ LTEയും അതുപോലെ തന്നെ ഈ മൊബൈൽ ഫോൺ 5G സപ്പോർട്ടഡ് അല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ NR കാണിക്കുന്നില്ല. നിങ്ങളുടെ മൊബൈൽ ഫോൺ 5G ആണെങ്കിൽ NRും കാണിക്കും. അതുപോലെ തന്നെ NRലും LTEയും കൊടുത്താൽ നിങ്ങൾക്ക് 5Gയും 4Gയിൽ നിന്നും താഴോട്ടേക്ക് 3Gയിലേക്ക് മാറില്ല. ഇത് നമ്മൾ ലോക്കാക്കി. അതുകൊണ്ട് തന്നെ ഈ ഓക്കെ കൊടുക്കുക, മോർ കൊടുത്തിട്ട് സേവ് കൊടുത്തു കഴിഞ്ഞാൽ ഇനി നിങ്ങളുടെ മൊബൈൽ ഫോൺ ലോക്കായിരിക്കും. ഇനി 5Gയിൽ നിന്ന് 4Gയിലേക്കോ ഇനി 4Gയിൽ നിന്ന് 3Gയിലേക്കോ മാറുന്ന പ്രശ്നം പോയിട്ടുണ്ടാകും. അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.